ഓക്കെ, ഗ്രാഫ് എന്നുള്ള ടോപ്പിക്കിലോട്ട് നമുക്ക് പോകാം. ട്രീയെ പോലെ തന്നെ ലീനിയർ സ്ട്രക്ചർ അല്ലാത്ത ഒരു സംവിധാനമാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. ട്രീയും അതുപോലെയാണ്. നമ്മുടെ അറേ പോലെയോ അല്ലെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റ് പോലെയോ ഒരു എലമെന്റിന് പുറമെ വേറൊരു എലമെന്റ് വരിക എന്നുള്ള രീതിയിലാണ് നമ്മൾ ലീനിയർ എന്ന് സാധാരണ പറയാറുള്ളത്. അപ്പോൾ ഇതങ്ങനെയല്ല. നമുക്ക് കൃത്യമായി ഇപ്പോൾ ഒരു വാല്യൂവിന് ശേഷം ചിലപ്പോൾ മൾട്ടിപ്പിൾ വാല്യൂസ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ നോൺ ലീനിയർ സ്ട്രക്ചറിലുള്ള മറ്റൊരു റെപ്രസെൻറ്റേഷനാണ് ഗ്രാഫ്. ട്രീയും എന്നാൽ ഒരു തരത്തിൽപ്പെട്ട ഗ്രാഫാണെന്ന് വേണമെങ്കിൽ പറയാം. അതിലുള്ള വ്യത്യാസം ഇതാണ്: ട്രീക്കകത്ത് സൈക്കിളുകൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാവില്ല എന്നർത്ഥം. നമുക്കൊരു നോഡിൽ നിന്ന് തുടങ്ങിയാൽ മറ്റൊരു നോഡിലേക്ക് ഒരു പാത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ട്രീക്കകത്താണെങ്കിൽ. ഗ്രാഫിലാണെങ്കിൽ വേണമെങ്കിൽ മൾട്ടിപ്പിൾ പാത്തുകൾ ഉണ്ടാവാമെന്നർത്ഥം. അതായത് ട്രീ എന്ന് പറഞ്ഞാൽ ഗ്രാഫാണ്, എല്ലാ ട്രീകളും ഗ്രാഫാണ്. നേരെ തിരിച്ചല്ല, എല്ലാ ഗ്രാഫുകളും എന്താവില്ല, ട്രീ ആവില്ല. ഇതൊരു മാത്തമാറ്റിക്കൽ സ്ട്രക്ചറാണ്. രണ്ട് പെയർ ഓഫ് ഒബ്ജക്ട്സിനെ ഒരു എഡ്ജ് വെച്ച് ലിങ്ക് ചെയ്യും. അവർ തമ്മിലുള്ള റിലേഷൻ പല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ, രണ്ട് ഒബ്ജക്റ്റുകളെ റിലേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്രൂപ്പ് വരും. ആ ഗ്രൂപ്പിനെ നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം, ഗ്രാഫുകളാക്കി റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ അതിനെയാണ് ഗ്രാഫ് എന്ന് പറയുക. അപ്പോൾ ആ ഗ്രാഫിനകത്ത് വരുന്ന രണ്ട് കമ്പോണന്റുകളാണ്. നോഡുകളും ഉണ്ടാവും, എഡ്ജസും ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ നോഡുകളുടെയും എഡ്ജുകളുടെയും ഒരു സെറ്റാണ് എന്ത്, ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ നോഡുകളെ നമ്മൾ ഈ എഡ്ജ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നു. എന്തെങ്കിലും പ്രോപ്പർട്ടി അനുസരിച്ചിട്ടാവാം ആ കണക്ഷൻ വരുന്നത്. ചിലപ്പോൾ രണ്ട് സിറ്റീസ് എടുക്കുകയാണെങ്കിൽ ആ സിറ്റീസ് എന്തായി വരുന്നു, നോഡുകളായി വന്നാൽ അതിനെ കണക്ട് ചെയ്യുന്ന റോഡുകളാണ് എന്തായിട്ട് വരിക, എഡ്ജസ് ആയിട്ട് വരിക. അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ എയും ബിയും സിയും 3 സിറ്റീസ് ആണെങ്കിൽ എയും ബിയും തമ്മിൽ കണക്ട് ചെയ്യാം, എയും സിയും തമ്മിൽ കണക്ട് ചെയ്യാം, ബിയും സിയും തമ്മിൽ കണക്ട് ചെയ്യാം. അതൊക്കെ തമ്മിലുള്ള ദൂരങ്ങളാണ് അവിടെ ചിലപ്പോൾ മെഷറിംഗ് ടേംസ് ആയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുക. ആ ഡിസ്റ്റൻസിനെ അതുപോലെ ഉപയോഗിക്കാം. എഡ്ജുകൾക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വെയിറ്റുകൾ കൊടുക്കാം എന്നർത്ഥം, അല്ലെങ്കിൽ വാല്യൂസ് കൊടുക്കാം, കോസ്റ്റ് കൊടുക്കാം. അപ്പം അത്തരത്തിലുള്ള റെപ്രസെൻറ്റേഷനെ നമുക്ക് ഗ്രാഫ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയാം. രണ്ട് പ്രധാനപ്പെട്ട കമ്പോണന്റുകളാണ് നോഡുകളും എഡ്ജസും. ഈ നോഡുകളെ ട്രീയിലൊക്കെ ഉള്ള പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കാറ്റഗറൈസ് ചെയ്യാം രണ്ടാക്കി, റൂട്ട് നോഡും ലീഫ് നോഡും. ട്രീയിലുള്ള പോലെ തന്നെ നമുക്കൊരു ഗ്രാഫിലോട്ട് കയറി കൂടണം എന്നുണ്ടെങ്കിൽ ഒരു നോഡ് എന്തായിരിക്കണം, റൂട്ട് നോഡായിരിക്കണം. അപ്പം ആ റൂട്ട് നോഡിലൂടെയാണ് നമ്മൾ മറ്റു നോഡുകളിലേക്ക് എത്തിപ്പെടുക. അപ്പോൾ അത് ഈ ഒരു ഗ്രാഫിനകത്ത് പല നോഡുകളുണ്ടാവും. അതിൽ ഏത് നോഡിനെ വേണമെങ്കിലും നമുക്ക് എന്തായി കൺസിഡർ ചെയ്യാം, റൂട്ട് നോഡായി അസ്യൂം ചെയ്യാം. എന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് നമുക്ക് ട്രീയിലൊക്കെ ഉള്ള പോലെ തന്നെ ട്രാവേഴ്സ് ചെയ്യാം. ഓരോ നോഡിലൂടെയും നമുക്ക് സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ വിസിറ്റ് ചെയ്തോ പോകാമെന്നർത്ഥം. ലീഫ് നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മളിപ്പോൾ ഒരു നോഡുകൾ ഒരു പാത്തിൽ എ ബി സി എന്ന് എടുക്കുകയാണെങ്കിൽ എ കഴിഞ്ഞ് ബി, ബി കഴിഞ്ഞ് സി എന്ന് വരുമല്ലോ. സി കഴിഞ്ഞിട്ട് പിന്നൊന്നും വരാനില്ലെങ്കിൽ അതിനെയാണ്, അതായത് സക്സസേഴ്സ് ഇല്ലാതിരിക്കുക. സി കഴിഞ്ഞ് സക്സസേഴ്സ് ഇല്ലാതിരിക്കുക, സി കഴിഞ്ഞ് ഒന്നും ഇല്ലാതിരിക്കുക. അങ്ങനെ വരുന്ന നോഡുകളെ നമുക്ക് എന്തെന്ന് പറയാം, ലീഫ് നോഡ്സ് എന്ന് പറയാം. അപ്പോൾ നോഡ്സ് രണ്ട് തരത്തിലുണ്ട്, റൂട്ട് നോഡും ലീഫ് നോഡും. പിന്നെ ഗ്രാഫുകളെ നമുക്ക് പലതായി കാറ്റഗറൈസ് ചെയ്യാം. അതേതൊക്കെ രീതിയിൽ നമ്മൾ എഡ്ജസ് ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് കാറ്റഗറൈസ് ചെയ്യാം. ആദ്യത്തേത് അൺഡയറക്റ്റഡ് ഗ്രാഫ്. ഈ പിക്ചറിൽ കാണുന്നതാണ് അൺഡയറക്റ്റഡ് ഗ്രാഫ്. 1, 2, 3, 4 എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ ഈ സർക്കിളുകളാണ് ഈ നോഡുകൾ എന്ന് പറയുന്നത്. അതിനകത്ത് എന്ത് വാല്യൂ വേണമെങ്കിലും വരാം, ABCD വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂമറിക്കൽ വാല്യൂസ് ആർബിട്രറി ആയിട്ടുള്ളവർ, അങ്ങനെ സീക്വൻഷ്യൽ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. പല സിറ്റീസിന്റെ പേരുകളാവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അങ്ങനെ 4 നോഡുകൾ, എത്രയാണോ അത്രയും നോഡുകൾ അത് തമ്മിൽ എന്ത് ചെയ്തിരിക്കുന്നു, കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പം ഈ 4 കണക്ഷൻ മാത്രമായിരിക്കില്ല, ചിലപ്പോൾ 1ൽ നിന്ന് 3ലോട്ടുണ്ടാവാം, 4ൽ നിന്ന് 2ലോട്ടുണ്ടാവാം, അല്ലെങ്കിൽ 1ൽ നിന്ന് തന്നെ 1ലോട്ട് വേണമെങ്കിൽ വരാം. അങ്ങനെയൊക്കെ കണക്ഷൻസ് ഉണ്ടാവാം. എന്ന് പറഞ്ഞാൽ എഡ്ജസ് ഉണ്ടാവാം, സ്ട്രെയിറ്റ് ലൈൻ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പം ആ രീതിയിൽ
നമ്മൾ ആരോ മാർക്കൊന്നും ഇല്ലാതെ ഉപയോഗിക്കുന്നതിനാണ് അൺഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയാം. അതായത് ഇതിൻ്റെ അർത്ഥം ഒന്നിൽ നിന്ന് രണ്ടിലേക്കും നമുക്ക് കണക്ഷൻ ഉണ്ട്, രണ്ടിൽ നിന്ന് ഒന്നിലേക്കും കണക്ഷൻ ഉണ്ട്. നേരെ മറിച്ച് ഇവിടെ ഒരു ആരോ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് എന്ത് മാത്രമായി, ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് മാത്രമായ കണക്ഷനായി മാറി, അല്ലെങ്കിൽ എഡ്ജായി മാറി. രണ്ടിൽ നിന്ന് ഒന്നിലേക്ക് ഡയറക്റ്റഡ് ഗ്രാഫിൽ നമുക്ക് ആ കണക്ഷനെ ഉപയോഗപ്പെടുത്താൻ പറ്റില്ല, അല്ലെങ്കിൽ അതുണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ രീതിയിൽ ഡയറക്ഷൻ ഇല്ലാതെ, ഇതൊക്കെ രണ്ട് ലിങ്കുകളാണ് അല്ലേ. ഒന്നിൽ നിന്ന് രണ്ടിലേക്കുണ്ട് പാത്ത്, രണ്ടിൽ നിന്ന് ഒന്നിലേക്കുണ്ട്, ഒന്നിൽ നിന്ന് നാലിലേക്കുണ്ട്, നാലിൽ നിന്ന് ഒന്നിലേക്കുണ്ട്. അതിനെയാണ് അൺഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയും. നേരെ മറിച്ച് ഡയറക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ ഇതുപോലെ ആരോ ഹെഡുകൾ വേണം. ആരോ ഹെഡുകൾ വന്നു കഴിഞ്ഞാൽ ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് എന്തുണ്ട്, എഡ്ജുണ്ട്, രണ്ടിൽ നിന്ന് ഒന്നിലേക്കില്ല. മൂന്നിൽ നിന്ന് ഒന്നിലേക്കുണ്ട്, ഒന്നിൽ നിന്ന് മൂന്നിലേക്കില്ല. ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് എഡ്ജുകൾ ആരോ ഓപ്പോസിറ്റ് ആരോസ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കണം. അത്തരം മാർക്കിങ്ങുകൾ എന്ത് പറയുന്നു, ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നു. അത്തരം മാർക്കുകളുള്ള ഗ്രാഫിനെ ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയാം. പിന്നെ വെയ്റ്റഡ് ഗ്രാഫാണ്. നമുക്ക് വേണമെങ്കിൽ ഈ എഡ്ജിന് എന്ത് കൊടുക്കാം, വെയിറ്റ് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സ്ഥലങ്ങളാണെങ്കിൽ ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് എത്താനുള്ള സമയം 1 മണിക്കൂർ, ഒന്നിൽ നിന്ന് നാലിലേക്ക് എത്താനുള്ള സമയം 3 മണിക്കൂർ. അല്ലെങ്കിൽ ഇത് കിലോമീറ്റർ ആയിട്ട് എടുക്കാം. ഒന്നിൽ നിന്ന് നാലിലേക്ക് 3 കിലോമീറ്റർ, ഒന്നിൽ നിന്ന് മൂന്നിലേക്ക് 1 കിലോമീറ്റർ. അപ്പോൾ മൂന്നിൽ നിന്ന് ഒന്നിലേക്കും 1 കിലോമീറ്റർ ആയിട്ടാണ് വരിക അല്ലെ, ഈ ഡയറക്റ്റഡ് അല്ലെങ്കിൽ. നേരെ മറിച്ച് ഇവിടെയൊക്കെ നമുക്ക് വെയിറ്റ് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് കുറച്ച് വളഞ്ഞ വഴിയായി എന്ന് വരാം. രണ്ടിൽ നിന്ന് നാലിലേക്ക് അല്ലെങ്കിൽ നാലിൽ നിന്ന് രണ്ടിലേക്കുള്ള ദൂരം തന്നെ ആയിക്കൊള്ളണമെന്നില്ല. രണ്ടിൽ നിന്ന് നാലിലേക്ക് നമ്മൾ വേറൊരു വഴി പോകുമ്പോൾ, അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കാം. വെയിറ്റുകൾ നമുക്ക് അസൈൻ ചെയ്യാം. എഡ്ജിന് വെയിറ്റുകൾ അസൈൻ ചെയ്താൽ അതെന്തായി, വെയിറ്റഡ് ഗ്രാഫായി. അപ്പോൾ വെയിറ്റഡ് ഗ്രാഫിനകത്ത് നമുക്ക് രണ്ട് എഡ്ജുകൾ അല്ല വെർട്ടക്സുകൾ തമ്മിൽ, ഈ നോഡുകളെ നമുക്ക് വെർട്ടീസസ് എന്ന് പറയാം, അത് തമ്മിലുള്ള പാത്തുകൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, ഒന്നിൽ നിന്ന് രണ്ടിലോട്ട് വന്ന് അവിടുന്ന് നമുക്ക് മൂന്നിലോട്ട് വരാം. ശരിയല്ലേ? ഒന്നിൽ നിന്ന് വേണമെങ്കിൽ നേരിട്ടും മൂന്നിലോട്ട് വരാം, അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് 4 വന്ന് മൂന്നിലോട്ട് വരാം. അപ്പോൾ ഈ വെയിറ്റ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇതിൽ ഏത് പാത്ത് സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുക. അപ്പോൾ ഈ 1, 2, 3 എടുക്കുകയാണെങ്കിൽ 1 + 2, 3 വെയിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എവിടെ എത്താം, 3-ലെത്താം. ഒന്നിൽ നിന്ന് നേരിട്ട് വരികയാണെങ്കിൽ ഒരു വെയിറ്റിൽ നമുക്ക് 3-ലെത്താം. 4 വഴി വരികയാണെങ്കിൽ 3ഉം ഈ 2ഉം കൂടെ ആഡ് ചെയ്താൽ 5 വെയിറ്റ് അവിടെ വരുന്നുണ്ട്. ശരിയല്ല? 5 യൂണിറ്റുകൾ വരുന്നുണ്ട്. വെയിറ്റ് എന്താണ് നമ്മൾ എടുക്കുന്നത്, കിലോമീറ്റർ ആണെങ്കിൽ 5 കിലോമീറ്റർ ആയി, അല്ല മണിക്കൂറാണെങ്കിൽ ടൈമാണ് എടുക്കുന്നതെങ്കിൽ അത് 5 മണിക്കൂറോ അല്ലെങ്കിൽ 5 മിനിറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. എന്താണ് യൂണിറ്റ്, അത് മെഷറിംഗ് യൂണിറ്റ് എന്താണോ ആ രീതിയിൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കണ്ടെത്താം. എങ്ങനെയാണ്, ഒരു വെർട്ടക്സിൽ നിന്ന് മറ്റൊരു വെർട്ടക്സിലിട്ട് ഡയറക്റ്റ് ആയിട്ട് പാത്തില്ലെങ്കിൽ മറ്റു വെർട്ടക്സ് വഴി വരാം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിലൂടെ വരുന്ന എഡ്ജുകളുടെ ഒക്കെ വെയിറ്റുകൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അങ്ങനെ പല പല യൂണിറ്റ് ഓഫ് മെഷർമെന്റ്സ് നമുക്ക് ഇവിടെ ഉപയോഗപ്പെടുത്താം. സൈക്ലിക് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ, ഇപ്പോൾ ഒരു ഗ്രാഫിനകത്ത് ഇത് കണ്ട ഒരു സൈക്കിൾ വരികയാണെങ്കിൽ, അതായത് 2ൽ നിന്ന് തുടങ്ങി നമ്മൾ 2ൽ തന്നെ എത്തുക, അങ്ങനത്തെ പാത്തുകൾ ഉണ്ടെങ്കിൽ അതിനെയാണ് സൈക്ലിക് ഗ്രാഫ് എന്ന് പറയും. അങ്ങനെ പലതരത്തിലുള്ള ഗ്രാഫുകൾ ഉണ്ടാവാം. ഇങ്ങനെയൊക്കെയാണ് ആ വെർട്ടക്സുകൾ നമ്മൾ ലിങ്ക് ചെയ്തിരിക്കുന്ന എഡ്ജസ് ഉപയോഗിച്ചിട്ട് അതിനനുസരിച്ച് ഗ്രാഫുകളെ നമുക്ക് പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ട്രീയും എന്താണ്, ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫാണ്. നമുക്ക് ചൈൽഡിൽ നിന്ന് പാരന്റിലോട്ട് ഒരു പാത്തൊന്നും സാധാരണ ഉപയോഗിക്കാറില്ല അല്ലേ. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരന്റിൽ നിന്ന് ഒരു ചൈൽഡിലോട്ട് മാത്രമേ നമുക്ക് പാത്ത് കൊണ്ടുവരാറുള്ളൂ. മാത്രമല്ല എന്താണ്, അവിടെ നോഡുകളും എഡ്ജസും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്താ, ആ സർക്കിളാണ് നമ്മൾ അവിടെ നോഡുകൾ എന്ന് ട്രീയിൽ പറഞ്ഞിരുന്നത്. അതിനകത്ത് എത്ര നോഡുകൾ ഉണ്ടോ അതിനേക്കാളും 1 കുറവായിരിക്കും എഡ്ജസുകളുടെ എണ്ണം. നോക്കിയാൽ അറിയാം, ഒരു റൂട്ട് ഉണ്ട്, അതിന് 2 ചൈൽഡുകൾ ഉണ്ടെങ്കിൽ
നോഡുകളുടെ എണ്ണം അല്ലെങ്കിൽ വെർട്ടക്സുകളുടെ എണ്ണം അവിടെ 3ആണ് ട്രീയിൽ അല്ലേ. അവിടെ എഡ്ജുകളുടെ എന്താ എണ്ണം എത്രയാണ് വരിക? ഇപ്പം എ ഇവിടെ ഒരു എ എന്നുണ്ടെന്ന് കരുതുക, അതിൻ്റെ താഴെ 2 ബിയും സിയും ഉണ്ടെങ്കിൽ 3 വെർട്ടക്സുകളായി അവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി 2 എഡ്ജുകളേ ഉള്ളൂ. അപ്പം എത്ര നോഡുകളുണ്ടോ അത് -1 ആയിരിക്കാം എന്ത് എഡ്ജുകളുടെ എണ്ണം ട്രീയുടെ കേസിൽ. ഗ്രാഫിന്റെ കേസിൽ അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്താ, ഇവിടെ 4 നോഡുകളാണുള്ളത്. എത്ര എഡ്ജുകളുണ്ട്? 1 2 3 4 5 എഡ്ജുകളുണ്ട്. ഈ 5 വേണം നിർബന്ധമില്ല. ഇവിടെ ഒരെണ്ണം ഇങ്ങനെയുണ്ടെങ്കിൽ അത് 6 എഡ്ജായി, ഈ നടുക്കുള്ളതില്ലെങ്കിൽ 4 എഡ്ജായി, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ 1 ഇല്ലെങ്കിൽ അത് 3 എഡ്ജായി, അങ്ങനെയൊക്കെ വരാം. പക്ഷെ ട്രീക്കകത്ത് എന്താണ്, എത്ര നോഡുകളുണ്ടോ അതിനേക്കാളും ഒരെണ്ണം കുറവായിരിക്കും എന്ത് എഡ്ജുകളുടെ എണ്ണം. ഇപ്പോൾ ഈ ട്രീയിൽ നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 എഡ്ജുകളാണുള്ളത്. നോഡുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 5 എണ്ണം ഉണ്ട്. ശരിയല്ലേ? ഇനി ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്നത് പല രീതികളുണ്ട്. നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നത് ലിങ്ക്ഡ് ലിസ്റ്റ് ഉപയോഗിച്ചും അറേ ഉപയോഗിച്ചും മെട്രിക്സ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് സാധാരണ ഈ ഗ്രാഫുകളെ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് അഡ്ജസൻസി മെട്രിക്സ് ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അഡ്ജസൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത് കിടക്കുന്ന എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പോൾ അത് ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ആകെ എത്ര വെർട്ടെക്സ് ഉണ്ടെന്ന് നോക്കുക, വെർട്ടീസസ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. അത് n ആണെങ്കിൽ n × n സ്ക്വയർ മെട്രിക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇവിടെ 1 2 3 4 5 ഈ ഗ്രാഫ് എടുക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഈ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ 5 വെർട്ടക്സുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അഡ്ജസൻസി മെട്രിക്സിൽ 5 റോയും 5 കോളവും ഉണ്ടാവണം. ഒരു സ്ക്വയർ മെട്രിക്സ് ആവണമെന്ന് അർത്ഥം. അപ്പോൾ 5 റോയും 5 കോളം എടുക്കുമ്പോൾ ഇതിൽ ഏതൊക്കെയാണോ വെർട്ടക്സുകൾ അത് തന്നെ റോയും എടുക്കണം, റോ ആയിട്ടും എടുക്കണം, അത് തന്നെ കോളമായിട്ടും കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ ABCDE ആണ്. അതാവുമ്പോൾ റോകളും ABCDE, കോളങ്ങളും ABCDE. എന്നിട്ടത് അൺഡയറക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ, എന്താ നേരത്തെ പറഞ്ഞ എയിൽ നിന്ന് ബിയിലോട്ട് എഡ്ജ് ഉണ്ട്, അതുപോലെ ബിയിൽ നിന്ന് എയിലോട്ടും എഡ്ജ് ഉണ്ട്. അപ്പോൾ എഡ്ജ് പ്രസന്റ് ആണെങ്കിൽ അവിടെ നമ്മൾ 1 ഇടുക, എഡ്ജ് ഇല്ലെങ്കിൽ അവിടെ 0 ഇടുക. അപ്പോൾ സിയിൽ നിന്ന് ഡിയിലോട്ട് ഡയറക്റ്റ് എഡ്ജ് ആണ് ഈ പറയുന്നത്. സിയിൽ നിന്ന് ബിയിലോട്ട് എഡ്ജ് നോക്കിക്കഴിഞ്ഞാൽ എഡ്ജ് ഒന്നുമില്ല. ശരിയല്ലേ? അപ്പോൾ CB എന്നുള്ളത് എന്തായിരിക്കണം? CB എന്നുള്ളത് 0 ആയിരിക്കും, എഡ്ജ് ഇല്ലാത്തതുകൊണ്ട്. ഇനി ബിയിൽ നിന്ന് സിയിലോട്ടോ അതും ഇല്ല. അപ്പോൾ ബിയും സിയും നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 0 ആയിരിക്കണം. ഇനി എഡ്ജുള്ള ഒരെണ്ണം നോക്കിക്കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡിയിൽ നിന്ന് ഡിയിലോട്ട് ഒരു എഡ്ജ് ഉണ്ട്, കണ്ട ഈ റൗണ്ടായി കാണിച്ചിരിക്കുന്ന എഡ്ജാണ്. ഡിയിൽ നിന്ന് ഡിയിലോട്ട് ഒരു എഡ്ജ് ഉണ്ട്. അപ്പം ഇവിടുത്തെ ഡി എടുക്കുക, മുകളിലും ഡി എടുത്തു കഴിഞ്ഞാൽ അത് 1 ആയിട്ട് കിട്ടും. ഡിയിൽ നിന്ന് ഇയിലേക്ക് ഉണ്ട് ഇല്ലേ? അപ്പോൾ DE നോക്കിക്കഴിഞ്ഞാൽ ഡിയും ഇയും കൂടെ വരുന്ന അവിടെ 1. ചുരുക്കി പറഞ്ഞാൽ ഡിയിൽ നിന്ന് എല്ലാത്തിലേക്കും ഉണ്ട്. ഡിയിൽ നിന്ന് ഡിയിലേക്കുണ്ട്, സിയിലേക്കുണ്ട്, എയിലേക്കുണ്ട്, ബിയിലേക്കുണ്ട്, ഇയിലേക്കുണ്ട്. അപ്പോൾ ഡിയുടെ ഈ എല്ലാം 1 ആയിട്ട് കിടക്കുന്ന കാണാം. അപ്പോൾ ആ രീതിയിലാണ് അൺഡയറക്റ്റഡ് ഗ്രാഫ് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. എന്തിൻ്റെ ഫോമിൽ? അഡ്ജസൻസി മെട്രിക്സിന്റെ രൂപത്തിൽ. നേരെ മറിച്ച് ഇത് ഡയറക്റ്റഡ് ഗ്രാഫ് ആയി കഴിഞ്ഞാൽ ഇതേ ഗ്രാഫ് നമ്മൾ ഡയറക്ഷനും കൂടെ ഉപയോഗിക്കുന്നു എന്ന് കരുതും. അപ്പോൾ ഇവിടെ നമുക്ക് AD ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ എയിൽ നിന്ന് ഡിയിലോട്ടും ഉണ്ട്, ഡിയിൽ നിന്ന് എയിലോട്ടും ഉണ്ട്. പക്ഷെ അവിടെ ഡയറക്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതായി കഴിഞ്ഞാൽ എന്തായി മാറി? എയിൽ നിന്ന് ഡിയിലോട്ട് ഇല്ല, ഡിയിൽ നിന്ന് എയിലോട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെ എഡ്ജ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ 1 ഇടുക, എഡ്ജ് ഇല്ലെങ്കിൽ 0 ഇടുക. അപ്പം നോക്കാം, എയിൽ നിന്ന് എയിലോട്ട് ഇതുപോലൊരു ലൂപ്പ് പോലെ ഇല്ലല്ലോ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ അവിടെ 0 ആണ്. ഈ കേസിൽ അത് തന്നെയാണ്. ഇവിടെ എവിടെയും ഇവിടെ ഡിയിൽ മാത്രമേ എന്തുള്ളൂ? ഡിയിൽ നിന്ന് ഡിയിലോട്ട് മാത്രമേ ഉള്ളൂ. അപ്പം ഡിയിൽ മാത്രമേ നമുക്ക് 1 കിട്ടുള്ളൂ. എയിലുണ്ടാവില്ല, ബിയിലുണ്ടാവില്ല, സിയിലുണ്ടാവില്ല. ശരിയല്ലേ? ഇവിടെ AD എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ എഡ്ജിനകത്ത് 1 കാണാം. എയിൽ നിന്ന് ഡിയിലോട്ട് എഡ്ജ് ഉണ്ടെന്നാണ് അൺഡയറക്റ്റഡിലുണ്ടാവുക. നേരെ മറിച്ച് ഡയറക്റ്റിലാണെങ്കിൽ അത് ഉണ്ടാവില്ല. കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഡയറക്ഷൻ നോക്കിയിട്ട് മാത്രമേ ഈ അഡ്ജസൻസി മെട്രിക്സിൽ 1ഉം 0യും പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ.